ബീട്രൂട്ട് വെച്ചിട്ട് നമുക്കിന്നൊരു മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. ബീട്രൂട്ട് മുട്ടത്തോരൻ, അതാണ് ഇന്നത്തെ റെസിപ്പീൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ബീട്രൂട്ട്, 2 ചെറിയ ബീട്രൂട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സവോള, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്, പക്ഷേ അതിവിടെ കാണുന്നില്ല, അതുകൊണ്ട് വലിയ ഒരു ഉള്ളി എടുത്തു. പിന്നെ 2 പച്ചമുളക്, ഒരെണ്ണം എരിവുള്ളതും ഒരെണ്ണം എരിവില്ലാത്തതുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനുകുനാന്നുള്ള രീതിക്ക് മുറിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഗ്രേറ്റിങ് ചെയ്ത സാധനം ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കൊത്തിയരി അറിയാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് കൊത്തിയരിയാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് മുറിച്ചെടുക്കാം. മൊത്തം ഞാൻ ഏകദേശം മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തുള്ളൂ, ഭയങ്കര എരിവെന്ന് തോന്നി. ഇനി നമ്മളിത് പാൻ വെച്ചിട്ട് ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ച് വാട്ടിയെടുക്കാം. ബാക്കി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇത് അവിടെ കിടന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ പൊട്ടിക്കുക. ഉള്ളി ഇട്ട് വാട്ടുക. എന്നിട്ട് എന്താ പറയുക, നമ്മൾ ബീട്രൂട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് സവോള മുറിച്ചതും ആ മുളകും കൂടെ ആദ്യം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ എന്താ പറയുക, ബീട്രൂട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇത് വേവുന്ന വരെ അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓരോ വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെക്കുക. ഇത് വേവട്ടെ, വേവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കുന്ന പോലെ. എന്നിട്ട് സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇനി നമുക്ക് അതവിടെ വേവുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഒരു 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ട, ഇത്തിരി ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 മുട്ട, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 മുട്ട എടുത്തത്. കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ ഒരു 3-4 മുട്ട എടുക്കാം. തേങ്ങ നമ്മൾ ഇടുന്നില്ല കേട്ടോ, തേങ്ങ ഇടാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ നടുവിൽ ഒരു കുഴി ഒഴിച്ചിട്ട്, അതായത് സാധനങ്ങളെല്ലാം ബീട്രൂട്ടെല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ ആ എണ്ണ ഇറങ്ങുന്നതിലേക്ക് തന്നെ മുട്ട ഒഴിക്കാൻ ചെയ്ത്, എക്സ്ട്രാ എണ്ണയൊന്നും ഇനി ഒഴിക്കണ്ട. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. കുറച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോലെ ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുക, ബീട്രൂട്ട് അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെ പേരിയൊന്നും വെച്ച് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. നമ്മൾ തേങ്ങ ഇടുന്നതിന് പകരം മുട്ട ആഡ് ചെയ്ത് നോക്കാം. ഇതിനേക്കാളും ടേസ്റ്റാണ് മുരിങ്ങേൻ്റെ ഇലയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് മുരിങ്ങേൻ്റെ ഇലയിലാണ് ഇത് ഏറ്റവും ഇഷ്ടം, സത്യം പറഞ്ഞാൽ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം നിങ്ങൾക്ക്. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇതന്നെ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാക്കാതെ വല്ലപ്പോഴും വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.